In this session, we are going to discuss about progesterone and related drugs. You know, progesterone is a female sex hormone, and progesterone plus related compounds are collectively known as progestogens. ആ പ്രൊജസ്റ്റോജൻസിനെ കുറിച്ചാണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യപ്പെടുന്നത്. ഈ സെഷൻ്റെ ഒബ്ജക്റ്റീവ്സ് ഇനി പറയുന്നവയാണ്. പ്രൊജസ്റ്ററോണിൻ്റെ നാച്ചുറൽ സിന്തസിസ്, റെഗുലേഷൻ ആൻഡ് ഫിസിയോളജിക്കൽ റോൾസ് മനസ്സിലാക്കുക. ഡ്രഗ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുക. ഡ്രഗ്സിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ, തെറാപ്യൂട്ടിക് യൂസസ്, അഡ്വേഴ്സ് എഫക്ട്സ് എന്നിവ മനസ്സിലാക്കുക. ഡ്രഗ്സിൻ്റെ ഫാർമക്കോകൈനറ്റിക്സ് പഠിക്കുക. ദെൻ അറ്റ് ദ എൻഡ് ഓഫ് ദിസ് സെഷൻ പ്രൊജസ്ട്രോൺ എൻറ്റഗോണിസ്റ്റിനെ കുറിച്ച് ഒരു ചെറിയ ടോപ്പിക്ക് കൂടി വരുന്നുണ്ട്. പ്രൊജസ്ട്രോൺ എൻറ്റഗോണിസ്റ്റിനെ കുറിച്ച് ബ്രീഫായിട്ട് മനസ്സിലാക്കുക എന്നതുകൂടി ഈ സെഷൻ്റെ ഒബ്ജക്റ്റീവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ an introduction. പ്രൊജസ്ട്രോണിന് ബേസിക്കലി 2 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒന്ന്, എൻഡോമെട്രിയത്തിനെ സെക്രീറ്ററി ആക്കുക. 2, പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്കറിയാം, മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഫസ്റ്റ് ഹാഫിൽ, ദാറ്റ് ഈസ് ബിഫോർ 14 ഡേയ്സിൽ ഈസ്ട്രോജനാണ് മെയിൻലി ആക്ട് ചെയ്യുന്നത്. ഈസ്ട്രോജൻ എൻഡോമെട്രിയത്തിൽ ചില ചേഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് പ്രോലിഫറേറ്റീവ് ചേഞ്ചസ് എന്നാണ് പറയുക. ഈസ്ട്രോജൻ ഇത്തരത്തിൽ ചേഞ്ചസ് ഉണ്ടാക്കിയ എൻഡോമെട്രിയത്തിൽ പിന്നീട് ആക്ട് ചെയ്യുന്നത് പ്രൊജസ്റ്ററോണാണ്. അതായത് 14 ഡേയ്സിന് ശേഷം പ്രൊജസ്റ്ററോണാണ് എൻഡോമെട്രിയത്തിൽ ആക്ട് ചെയ്യുന്നത്. 14th ഡേ മുതൽ 28th ഡേ വരെയുള്ള പീരീഡിനെ സെക്രീറ്ററി ഫേസ് എന്നാണ് വിളിക്കുക. ഇതിനുള്ള കാരണം, ഈ ടൈമിലാണ് പ്രൊജസ്റ്ററോൺ എൻഡോമെട്രിയത്തിൽ സെക്രീറ്ററി ചേഞ്ചസ് ഉണ്ടാക്കുന്നത്. പ്രൊജസ്റ്ററോണിൻ്റെ ഈ ആക്ഷൻ വഴി എൻഡോമെട്രിയൽ സെക്രീഷൻസ് ഇൻക്രീസ് ചെയ്യും. എൻഡോമെട്രിയം എന്നുള്ളത് യൂട്രസിൻ്റെ ഇന്നർ വോളാണല്ലോ. എൻഡോമെട്രിയം സെക്രീറ്ററി ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു സെക്രീഷനാണ് യൂറ്ററിൻ മിൽക്ക്. എന്തിനാണ് യൂറ്ററിൻ മിൽക്ക് ഉണ്ടാവുന്നത്? ആക്ച്വലി ഇത് പ്രഗ്നൻസിക്ക് യൂട്രസിനെ പ്രിപ്പയർ ആക്കുന്ന ഒരു പ്രോസസ്സാണ്. സെക്രീറ്ററി ചേഞ്ചസ് ഉണ്ടായാൽ മാത്രമേ സൈഗോട്ട് യൂട്രസിനകത്ത് ഇംപ്ലാന്റ് ചെയ്യപ്പെടുകയുള്ളൂ. ഇങ്ങനെ ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്ന സൈഗോട്ടാണ് പിന്നീട് എംബ്രിയോ ആയിട്ട് മാറുന്നത്. ഇത്തരം ഒരു ഡെവലപ്മെൻറ്റ് നടന്നു കഴിയുമ്പോൾ ആ ലേഡി പ്രഗ്നൻ്റ് ആണ് എന്ന് പറയാം. ആ ലേഡിയുടെ പ്രഗ്നൻസി പീരീഡിൽ ഉടനീളം പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യപ്പെടും. അതായത് പ്രഗ്നൻസി കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യപ്പെടണമെങ്കിൽ പ്രൊജസ്ട്രോൺ അത്യാവശ്യമാണ്. ഫാർമക്കോളജിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ പ്രൊജസ്റ്ററോൺ എന്ന് വിളിക്കുന്നതിന് പകരം പ്രൊജസ്റ്റോജൻസ് എന്നാണ് പറയുക. അതിന് കാരണം, ഫാർമക്കോളജിയിൽ പ്രൊജസ്റ്ററോൺ മാത്രമല്ല ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്നത്. പ്രൊജസ്റ്ററോൺ കൂടാതെ അതിൻ്റെ സിന്തറ്റിക് ഡെറിവേറ്റീവ്സും ഡ്രഗായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനെല്ലാം കലക്റ്റീവ്ലി പറയുന്ന പേരാണ് പ്രൊജസ്റ്റോജൻസ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ നാച്ചുറൽ പ്രൊജസ്റ്റോജൻ ആണ് പ്രൊജസ്റ്ററോൺ. ഇതൊഴികെ ബാക്കിയുള്ള മറ്റ് സിന്തറ്റിക് ഡെറിവേറ്റീവ്സിനെ വിളിക്കുന്ന പേരാണ് പ്രൊജസ്റ്റിൻസ്. നാച്ചുറൽ പ്രൊജസ്റ്ററോണിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ല്യൂട്ടിനൈസിങ് ഹോർമോണാണ്. ല്യൂട്ടിനൈസിങ് ഹോർമോണിൻ്റെ ഇൻഫ്ലുവൻസ് കാരണമാണ് നാച്ചുറൽ പ്രൊജസ്റ്ററോൺ സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്? ഒന്ന്,
കോർപ്പസ് ലൂട്ടിയം. മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 14th ഡേയിൽ ഓവുലേഷൻ നടക്കും. മെച്യൂർ ആയിട്ടുള്ള ഗ്രാഫിയൻ ഫോളിക്കിൾസിൽ നിന്ന് ഓവം പുറത്തേക്ക് വരുന്ന പ്രോസസ്സാണ് ഓവുലേഷൻ. ഓവുലേഷൻ നടന്നു കഴിഞ്ഞാൽ ഗ്രാഫിയൻ ഫോളിക്കിൾസിൻ്റെ റിമൈനിങ്സ്, അതായത് ഗ്രാഫിയൻ ഫോളിക്കിൾസിൻ്റെ റിമൈനിങ് സെഗ്മെൻറ്റ്, അതിനെ വിളിക്കുന്ന പേരാണ് കോർപ്പസ് ലൂട്ടിയം. കോർപ്പസ് ലൂട്ടിയത്തിൽ നിന്ന് പ്രൊജസ്റ്ററോൺ ഉണ്ടാവുന്നു. സപ്പോസ് സെക്ഷുവൽ ഇൻ്റർകോഴ്സ് ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ ഫെർട്ടിലൈസേഷൻ നടന്നില്ല, ദാറ്റ് ഈസ് സ്പേം ഓവവുമായിട്ട് കമ്പൈൻ ചെയ്തില്ല എങ്കിൽ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ അവസാനം വരെ, അതായത് അറൗണ്ട് 28th ഡേ വരെ പ്രൊജസ്ട്രോൺ സെക്രീഷൻ നടക്കും. ബട്ട് ഈ 28th ഡേ ആവുമ്പോഴത്തേക്ക് കോർപ്പസ് ലൂട്ടിയത്തിൻ്റെ ബ്രേക്ക് ഡൗണും പൂർണ്ണമായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ 28th ഡേ ആകുമ്പോൾ പ്രൊജസ്ട്രോണിൻ്റെ സെക്രീഷൻ സ്റ്റോപ്പാവും. ഇത്തരത്തിൽ പ്രൊജസ്റ്ററോണിൻ്റെ സെക്രീഷൻ ബോഡിയിൽ ഷാർപ്പായി കുറയുമ്പോഴാണ് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 29th ഡേയിലാണ് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ബ്ലീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം അടുത്ത മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ ഫസ്റ്റ് ഡേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇനി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് നടന്നുവെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടുണ്ടാവും. ഫെർട്ടിലൈസ്ഡ് ഓവം യൂട്രസിനകത്ത് ഇംപ്ലാന്റ് ചെയ്യപ്പെടുകയും അത് ഒരു എംബ്രിയോ ആയി മാറുകയും ചെയ്യും. എംബ്രിയോ ആവുന്ന സമയത്ത് അതിൻ്റെ അറ്റാച്ച്മെൻ്റായി പ്ലാസൻ്റ ഡെവലപ്പ് ചെയ്യും. ഈ സ്റ്റേജിന് പ്രഗ്നൻസി എന്ന് വിളിക്കാമല്ലോ. പ്രഗ്നൻസി സംഭവിച്ചു കഴിഞ്ഞാൽ പ്ലാസൻ്റയാണ് പ്രൊജസ്ട്രോൺ ഉണ്ടാക്കുന്നത്. പ്രഗ്നൻസി പീരീഡിൽ ത്രൂ ഔട്ടായി പ്രൊജസ്ട്രോൺ ഉണ്ടാക്കപ്പെടും. ഫീമെയിൽസിൽ കോർപ്പസ് ലൂട്ടിയവും പ്ലാസൻ്റയുമാണ് പ്രൊജസ്റ്ററോൺ ഉണ്ടാക്കുന്നത്. ഇനി മെയിൽസിൽ ചെറിയ തോതിൽ പ്രൊജസ്ട്രോൺ സെക്രീഷൻ നടക്കുന്നുണ്ട്. ഇത് ചെയ്യുന്നത് ടെസ്റ്റിസാണ്. മെയിൽസിലും ഫീമെയിൽസിലും മറ്റ് ഒരു ഏരിയയിൽ കൂടി പ്രൊജസ്റ്ററോൺ സിന്തസിസ് നടക്കുന്നുണ്ട്. അത് അഡ്രീനൽ കോർട്ടെക്സ് ആണ്. അടുത്ത ടോപ്പിക് ഡ്രഗ്സ്. നേരത്തെ പറഞ്ഞത് ഓർക്കുമല്ലോ, പ്രൊജസ്റ്റോജൻസ് എന്നാണ് ഫാർമക്കോളജിക്കൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഡ്രഗ്സിനെ വിളിക്കുന്നത്. ഇതിൽ ബേസിക്കലി 2 ഗ്രൂപ്പ്സ് ഉണ്ട്. ഒന്ന് നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള പ്രൊജസ്റ്ററോൺ. ഇനി പ്രൊജസ്റ്ററോണിൻ്റെ സ്ട്രക്ചറിനോട് സിമിലാരിറ്റിയുള്ള മറ്റ് സിന്തറ്റിക് ഡെറിവേറ്റീവ്സ്. ആ സിന്തറ്റിക് ഡെറിവേറ്റീവ്സിനെ കലക്റ്റീവ്ലി വിളിക്കുന്ന പേരാണ് പ്രൊജസ്റ്റിൻസ്. ഏതൊക്കെയാണ് പ്രൊജസ്റ്റിൻസ്? മെഡ്രോക്സി പ്രൊജസ്റ്ററോൺ, നോർ എഥിൻട്രോൺ, നോർഗെസ്ട്രൽ, ലിവോനോർഗെസ്ട്രൽ, ദെൻ എറ്റോനോഗെസ്ട്രൽ, ഡെസോഗെസ്ട്രൽ, ഡൈഇനോഗെസ്റ്റ്. ഇനിയുള്ളത് പ്രൊജസ്റ്റോജൻസിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് മെക്കാനിസം ഓഫ് ആക്ഷൻ. എല്ലാ പ്രൊജസ്റ്റോജൻസും സ്റ്റീറോയിഡൽ കെമിക്കൽ സ്ട്രക്ചറാണ് കാണിക്കുന്നത്. ഇത്തരം സ്റ്റീറോയിഡ്സിന് ടാർഗറ്റ് സെൽസിൻ്റെ ന്യൂക്ലിയസിൽ എത്തിച്ചേരാനും അവിടെയുള്ള റിസപ്റ്റേഴ്സുമായി ബൈൻഡ് ചെയ്യാനും സാധിക്കും. അങ്ങനെ ബൈൻഡ് ചെയ്യുമ്പോഴാണ് സ്പെസിഫിക് RNA സിന്തസിസ് നടക്കുന്നത്. ഉണ്ടാവുന്ന ഓരോ RNAക്കും അതിൻ്റേതായ സ്പെസിഫിസിറ്റി ഉണ്ട്. അതായത് ഓരോ RNAയും ഡിഫറെൻ്റ് ആണ്. ഓരോ RNAയിലും എൻകോഡ് ചെയ്തിരിക്കുന്ന മെസ്സേജ് ഡിഫറെൻ്റ് ആണ്.
ഓരോ RNAയും അതിൽ എൻകോഡ് ചെയ്തിരിക്കുന്ന മെസ്സേജ് അനുസരിച്ച് ഓരോ പ്രോട്ടീൻസ് ഉണ്ടാക്കും. സോ ഇവിടെ നടന്നത് RNAയുടെ സിന്തസിസാണ്. ദെൻ ആ RNA യൂസ് ചെയ്തിട്ട് പ്രോട്ടീൻസ് ഉണ്ടാവുന്ന പ്രോസസ്സാണ്. ഇതിനെ കുറച്ചുകൂടി ഡീപ്പായി പഠിക്കുകയാണെങ്കിൽ ആദ്യത്തെ RNA സിന്തസിസിനെ ട്രാൻസ്ക്രിപ്ഷൻ എന്നും അത് കഴിഞ്ഞുണ്ടാവുന്ന പ്രോട്ടീൻ സിന്തസിസിനെ ട്രാൻസ്ലേഷൻ എന്നും വിളിക്കാറുണ്ട്. എനിവേ, ഈ രണ്ട് പ്രോസസ്സും കഴിയുമ്പോൾ ഉണ്ടാവുന്ന പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ പ്രോട്ടീനും അതിൻ്റേതായിട്ടുള്ള ഫിസിയോളജിക്കൽ ഫങ്ഷൻസും ഉണ്ടാവും. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫീമെയിൽസിലാണെങ്കിൽ എൻഡോമെട്രിയത്തിൽ സെക്രീറ്ററി ചേഞ്ചസ് ഉണ്ടാക്കുക എന്നതാണ് പ്രോട്ടീൻ്റെ ഫങ്ഷൻ. അങ്ങനെ സെക്രീറ്ററി ചേഞ്ചസ് വരുമ്പോഴാണ് ഒരു എംബ്രിയോ കൃത്യമായി യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നതും പ്രഗ്നൻസി സംഭവിക്കുന്നതും. നേരത്തെ പറഞ്ഞതുപോലെ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ സെക്കൻഡ് ഹാഫിലാണ് പ്രൊജസ്റ്ററോൺ ധാരാളമായി ഉണ്ടാകുന്നത്. ല്യൂട്ടിയൽ ഫേസ് അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസ് എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്റ്റേജിൽ രണ്ട് കാര്യങ്ങൾ സംഭവിക്കാം. ഒന്ന് കൺസെപ്ഷനാണ്. ദാറ്റ് ഈസ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സെക്ഷുവൽ ഇൻ്റർകോഴ്സ്. അങ്ങനെ വരുമ്പോഴാണല്ലോ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി തീരുന്നത് വരെ പ്രൊജസ്റ്ററോൺ സെക്രീഷൻ നടക്കണം. പ്രഗ്നൻസി തീരുന്നത് വരെ എൻഡോമെട്രിയത്തിനെ അതിൻ്റെ ഫേവറബിൾ സ്റ്റേറ്റിൽ നിലനിർത്തുന്നത് പ്രൊജസ്റ്ററോണിൻ്റെ ആക്ഷൻ കാരണമാണ്. ഇനി ല്യൂട്ടിയൽ അല്ലെങ്കിൽ സെക്രീറ്ററി ഫേസിൽ സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ കാര്യം, ദാറ്റ് ഈസ് സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു സെക്ഷുവൽ ഇൻ്റർകോഴ്സ് നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഫെർട്ടിലൈസേഷൻ സംഭവിക്കില്ല. ആ ഒരു സ്റ്റേജിൽ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ 28ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് പ്രൊജസ്റ്ററോണിൻ്റെ സെക്രീഷൻ സ്റ്റോപ്പാവും. ഏതാണ്ട് 28ാമത്തെ ദിവസം പ്രൊജസ്റ്ററോൺ ലെവൽ പെട്ടെന്ന് കുറയുമ്പോഴാണ് മെൻസ്ട്രുവൽ ബ്ലീഡിങ് തുടങ്ങുന്നത്. നൗ മൂവിങ് ടു ദി നെക്സ്റ്റ് പാർട്ട്, തെറപ്യൂട്ടിക് യൂസസ് ഓഫ് പ്രൊജസ്റ്റോജൻസ്. പ്രൊജസ്റ്റോജൻസിന് രണ്ട് പ്രധാന യൂസസ് ആണുള്ളത്. ഒന്ന് കോൺട്രാസെപ്ഷൻ, ദാറ്റ് ഈസ് എ മെത്തേഡ് ടു പ്രിവെൻറ്റ് പ്രഗ്നൻസി. പ്രഗ്നൻസി സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈസ്ട്രോജൻ പ്ലസ് പ്രൊജസ്റ്ററോൺ അടങ്ങിയ പിൽസ് കഴിക്കാറുണ്ട്. പ്രൊജസ്റ്ററോണിൻ്റെ രണ്ടാമത്തെ പ്രധാന യൂസ് ഹോർമോൺ ഡെഫിഷ്യൻസി ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രൊജസ്റ്ററോൺ ലെവൽ കുറവുള്ള സ്ത്രീകളിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് പ്രൊജസ്റ്ററോൺ അഡ്മിനിസ്റ്റർ ചെയ്യേണ്ടി വരും. പ്രൊജസ്റ്ററോണിൻ്റെ മറ്റ് യൂസസ്, ഒന്ന് ഡിസ്ഫങ്ഷണൽ യൂറ്ററിൻ ബ്ലീഡിംഗ്. റെഗുലർ പീരീഡ്സിൻ്റെ സമയത്തല്ലാതെ മറ്റ് സമയങ്ങളിൽ വരുന്ന വജൈനൽ ബ്ലീഡിംഗ് ആണ് ഡിസ്ഫങ്ഷണൽ യൂറ്ററിൻ ബ്ലീഡിംഗ്. നെക്സ്റ്റ് വൺ, ഡിസ്മെനോറിയ, ദാറ്റ് ഈസ് പെയിൻ ഡ്യൂറിങ് മെൻസ്ട്രുവേഷൻ. നെക്സ്റ്റ് വൺ, endometriosis, that is a disorder in which tissue that normally lines the uterus grows outside the uterus. നിങ്ങൾക്കറിയാം, യൂട്രസിൻ്റെ ഇന്നർ ലൈനിങ് ആണ് എൻഡോമെട്രിയം. എൻഡോമെട്രിയൽ ടിഷ്യൂ യൂട്രസിൻ്റെ പുറത്തേക്ക് കൂടി വളരുന്ന ഒരു കണ്ടീഷനാണ് എൻഡോമെട്രിയോസിസ്. നെക്സ്റ്റ് യൂസ്, ഇൻഫെർട്ടിലിറ്റി, that is not getting pregnant even after having unprotected intercourse. സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ് ചെയ്യാനാണ് പ്രൊജസ്റ്ററോൺ
യൂസ് ചെയ്യുന്നത്. അടുത്ത ടോപ്പിക് ഫാർമക്കോകൈനറ്റിക്സ്. ഓറൽ റൂട്ടിലും പാരൻറ്ററൽ റൂട്ടിലും അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രഗാണ് പ്രൊജസ്റ്ററോൺ. ഓറൽ റൂട്ടിലാണ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ മൈക്രോനൈസ്ഡ് പ്രിപ്പറേഷൻസ് ആണ് നല്ലത്. അതായത് പ്രൊജസ്ട്രോണിനെ നന്നായിട്ട് പൊടിച്ചെടുക്കുന്ന ഫോം അഡ്മിനിസ്റ്റർ ചെയ്താൽ മാത്രമേ നല്ല അബ്സോർപ്ഷൻ നടക്കുകയുള്ളൂ. അടുത്തത് പാരൻറ്ററൽ റൂട്ടാണ്. ഇവിടെ ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ ആണ് പ്രിഫർ ചെയ്യുന്നത്. ബട്ട് ഇൻട്രാമസ്കുലാർ ഇഞ്ചക്ഷൻ പെയിൻഫുൾ ആയിരിക്കും. പ്രൊജസ്റ്ററോണിനെ മെറ്റബലൈസ് ചെയ്യുന്നത് ലിവറാണ്. നൗ അഡ്വേഴ്സ് എഫക്ട്സ് ഓഫ് പ്രൊജസ്റ്ററോൺ. ഫസ്റ്റ് വൺ, ഹെഡേക്ക്, ദെൻ ഡിപ്രഷൻ, ദെൻ വെയ്റ്റ് ഗെയിൻ. ചേഞ്ചസ് ഇൻ ലിബിഡോ മേ ഹാപ്പൻ. ലിബിഡോ മീൻസ് സെക്ഷുവൽ ഡിസയർ. സെക്ഷുവൽ ഡിസയർ കൂടാനോ കുറയാനോ ഒക്കെ ചാൻസ് ഉണ്ട്. ദെൻ അക്നെ, മുഖക്കുരു വരാനുള്ള ചാൻസ് ഉണ്ട്. ഹിർസൂട്ടിസം. ഹിർസൂട്ടിസം മീൻസ് അൺവാണ്ടഡ് മെയിൽ പാറ്റേൺ ഹെയർ ഗ്രോത്ത് ഓൺ വുമൻസ് ഫേസ്, ചെസ്റ്റ് ആൻഡ് ബാക്ക്. Now, an important point is long-term use of progesterone may cause diabetes. പ്രൊജസ്റ്റോജൻസിനെ കുറിച്ചാണ് ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത്. അതിൽ പ്രൊജസ്ട്രോൺ എന്ന നാച്ചുറൽ കോമ്പൗണ്ടും ഉണ്ട്, കൂടാതെ മറ്റ് സിന്തറ്റിക് ഡെറിവേറ്റീവ്സും ഉണ്ട്. ഈ സെഷനിലെ അടുത്ത ഒരു ഏരിയയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. That is antiprogestins or progesterone antagonist. ആൻറ്റഗോണിസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്ന കോമ്പൗണ്ട്സ്. പ്രൊജസ്റ്ററോൺ റിസപ്റ്റേഴ്സിനെ കോമ്പറ്റേറ്റീവ്ലി ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സാണ് ആൻറ്റി പ്രൊജസ്റ്റിൻസ്. ഇതിനെ പ്രൊജസ്റ്ററോൺ ആൻറ്റഗോണിസ്റ്റ് എന്നും വിളിക്കാറുണ്ട്. എന്താണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ? ഒരു റിസപ്റ്ററിനു വേണ്ടി രണ്ട് മോളിക്യൂൾസ് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണിത്. ഇവിടെ പ്രൊജസ്റ്ററോണും ആൻറ്റി പ്രൊജസ്റ്റിനുമാണ് കോമ്പീറ്റ് ചെയ്യുന്നത്. ആൻറ്റി പ്രൊജസ്റ്റിൻസിന് പ്രൊജസ്ട്രോൺ റിസപ്റ്ററിനോട് അഫിനിറ്റി കൂടുതലായതുകൊണ്ട് പെട്ടെന്ന് റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ പ്രൊജസ്റ്ററോണിന് അതിൻ്റെ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. ഇത് പ്രൊജസ്റ്ററോണിൻ്റെ ആക്ഷൻ കുറയാൻ കാരണമാവും, അല്ലെങ്കിൽ പ്രൊജസ്റ്ററോൺ കാരണമുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് നടക്കാതെ വരും. ഇതെപ്പോഴാണ് ആവശ്യമായി വരിക എന്നത് മിഫിപ്രിസ്റ്റോൺ എന്ന ഡ്രഗ് പഠിക്കുമ്പോൾ മനസ്സിലാവും. മിഫിപ്രിസ്റ്റോൺ ഒരു പ്രൊജസ്റ്ററോൺ ആൻറ്റഗോണിസ്റ്റാണ്. നിങ്ങൾക്കറിയാലോ, പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യപ്പെടണമെങ്കിൽ പ്രൊജസ്റ്ററോണിൻ്റെ ആക്ടിവിറ്റി അത്യാവശ്യമാണ്. പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്യണമെങ്കിലും പ്രൊജസ്റ്ററോണിൻ്റെ ആക്ടിവിറ്റി അത്യാവശ്യമാണ്. പ്രൊജസ്റ്ററോണിൻ്റെ ആക്ടിവിറ്റി നടന്നില്ലെങ്കിൽ ഒന്നുകിൽ പ്രഗ്നൻസി ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞ ഒരു പ്രഗ്നൻസി അലസിപ്പോവും. ഈ ഒരു പ്രിൻസിപ്പിളാണ് മിഫിപ്രിസ്റ്റോൺ എന്ന പ്രൊജസ്റ്ററോൺ ആൻറ്റഗോണിസ്റ്റിനെ അബോർഷന് വേണ്ടി ഉപയോഗിക്കാൻ കാരണം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രഗ്നൻസി അലസിപ്പിക്കേണ്ടി വരാറുണ്ട്. ആ ഒരു ആവശ്യത്തിന് മിഫിപ്രിസ്റ്റോൺ യൂസ് ചെയ്യാറുണ്ട്. പ്രഗ്നൻസിയുടെ ഏർലി സ്റ്റേജ് ആണെങ്കിൽ മിഫിപ്രിസ്റ്റോൺ യൂസ് ചെയ്യുന്നത് വഴി അബോർഷൻ ഉണ്ടാകും. ഇതിനുള്ള കാരണം മിഫിപ്രിസ്റ്റോൺ ശരീരത്തിലെത്തിക്കഴിയുമ്പോൾ പ്രൊജസ്റ്ററോണിൻ്റെ ഫിസിയോളജിക്കൽ ഫങ്ഷനിങ് ബ്ലോക്ക് ചെയ്യപ്പെടും. നിങ്ങൾക്കറിയാവുന്നതുപോലെ പ്രൊജസ്റ്ററോണിൻ്റെ ഫിസിയോളജിക്കൽ ഫങ്ഷൻ നടന്നില്ലെങ്കിൽ
പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യപ്പെടില്ല. അക്കാരണം കൊണ്ടാണ് അബോർഷൻ സംഭവിക്കുന്നത്. ഈ ഒരു ആവശ്യത്തിനു വേണ്ടി മിഫിപ്രിസ്റ്റോണിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന മറ്റൊരു ഡ്രഗാണ് മിസോപ്രോസ്റ്റോൾ. ഇതൊരു ഹോർമോൺ ഡ്രഗ് അല്ല, ബട്ട് ഒരു പ്രോസ്റ്റാഗ്ലാൻഡിൻ ആണ്. മിസോപ്രോസ്റ്റോളിൻ്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ മറ്റൊരവസരത്തിൽ പഠിക്കും. മെക്കാനിസം ഓഫ് ആക്ഷൻ ഡിഫറെൻ്റ് ആണെങ്കിലും മിസോപ്രോസ്റ്റോളും മിഫിപ്രിസ്റ്റോണും ഒരേ എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ദാറ്റ് ഈസ് അബോർഷൻ. പെർമിറ്റഡ് ആയിട്ടുള്ള കേസുകളിൽ മിഫിപ്രിസ്റ്റോൺ പ്ലസ് മിസോപ്രോസ്റ്റോൾ മെഡിക്കൽ ടേർമിനേഷൻ ഓഫ് പ്രഗ്നൻസിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. ദാറ്റ് ഈസ് സ്ട്രിക്ട്ലി അണ്ടർ medical supervision. That's all about progestogens and antiprogestins.